വലിച്ചെടുത്തിട്ട് വല വലിച്ച് കയറ്റുക. കയറ്റിയിട്ട് നേരത്തെ പോലെ അടിഞ്ഞു വിട്ടോളൂ. നീ ഇപ്പുറത്തിരുന്നാൽ മതി വല വലിക്കാൻ തുടങ്ങുന്നത്. അതിലുണ്ട് കഴിച്ചാൽ കാണുമോ? ആ സഞ്ചി എടുക്കും. തെന്നിപ്പോ ഓരോ മാന്തൽ അഴിച്ചഴിച്ചെടുക്കുകയാണ്. മാന്തൽ അഴിച്ചഴിച്ച് ഞങ്ങളുടെ സഞ്ചിയുടെ അകത്ത് നിറയ്ക്കുക. അന്നെങ്ങനെ പിടി? ഞാൻ അഴിച്ചെടുക്കാം. മണ്ണിൽ പറഞ്ഞു നിൽക്കാൻ എൻ്റെ തല വെട്ടം കിട്ടായിരുന്നു. ഞാനവിടെ നിൽക്കേ. കാരണം വോയിസ് എഡിറ്റ് ചെയ്ത് കേട്ടു. ലൈവ് വോയിസ് മാത്രം. എന്തായാലും രണ്ട് ഉറത്തിലൊക്കെ കയറി അടിക്കുന്നു. അടിച്ചില്ലെങ്കിൽ വല നീട്ടാന്ന് തെരണ്ടിയുണ്ട്. വീണ്ടും മാന്തൽ വന്നിട്ട് വീണ്ടും ഒരു ചെറിയ ചെറിയ തെരണ്ടി കൂടെ ഉണ്ട്. തെരണ്ടി നോക്കണം. വല നീട്ടിയിട്ടല്ലേ തെരണ്ടി നമ്മൾ വിട്ട് കളയും. ഒരു കുഞ്ഞ് തെരണ്ടി നമ്മൾ അടുത്തത് വിട്ട് കഴിഞ്ഞാൽ തെരണ്ടി നമ്മൾ വിട്ട് കളയും. എന്താ തെരണ്ടി നമ്മൾ വിട്ട് പോയിക്കോ ഓടിപ്പോക്കോ പോയി ജീവിക്കും. വീണ്ടും മാന്തൽ. അതിൻ്റെ അപ്പുറത്തുണ്ട് മാന്തലുണ്ട് കേട്ടാ. ഇന്ന് പൊളിക്കും. മാന്തല് ഇവിടെ കൊണ്ട് കൊടുക്കുന്ന മാന്തല് പിടിക്കണതല്ലോ. മാർക്കറ്റിന്റെ ടൈം കഴിഞ്ഞു. അയ്യോ പോലെ കുമ്പത്ത് കൊണ്ടിടങ്ങി. എന്നാലും നല്ല വലുപ്പമുണ്ട്. പോരട്ടെ. സെറ്റ് അടിക്കട്ടെ മാന്തല് സെറ്റ് അടിക്കട്ടെ. ഒരു ചെമ്മീൻ പോയടാ. നാരം പോയി ഇവിടെ നാരഞ്ഞ പോകരുത്. ചെമ്മീൻ മാന്തലാണ് ഇപ്പൊ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. നാരൻ ചെമ്മീൻ നമുക്ക് വേണ്ട. അല്ല അത് വലക്കത്തൂടെ ഊരിപ്പോ. നമ്മുടെ കസ്റ്റമേഴ്സിനെ കാര്യങ്ങൾ വിളിച്ചു നോക്കാം. പിന്നെ നമ്മൾ അഴിച്ച് നമ്മുടെ സഞ്ചിക്കകത്ത് ഇട്ടു. ഉച്ചക്കും തീരെ നമ്മൾ കരക്ക് വന്നു കേട്ടാ. അത് കല്ലുള്ള ഉറത്തല് തണൊക്കെ കൊള്ളുന്നു. അതൊക്കെ പോകുമ്പോൾ കഴിച്ചു വിടാം. വല അടിഞ്ഞു വിടാൻ നേരത്തെ ഉറത്തലഴിച്ച് ഈ ഫോൺ വിനോദോട് കൊടുക്കുക. മാന്തൽ ചാകര മാന്തൽ പോകുന്നു. ഇപ്പൊ ഒന്ന് വരട്ടെ അവരെ മാന്തൽ കയറി വരട്ടെ. മാന്തൽ കൊട്ടാന്ന് എനിക്ക് തോന്നുന്നു. അടക്ക് മൊത്തം ഇളക്കായില്ലേ. അതാ പുഴയുടെ സൈഡിൽ നിന്ന് വീശനല്ലാതെ മാന്തൽ കണ്ട. വെറും വലയാണ് നമ്മൾ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത്. മീനൊന്നും തടഞ്ഞിട്ടില്ല. പണി വളരെ മോശമാണ്. ഉറത്തല് അത് കയറുന്നുണ്ട്.
ആ ഇതാ ഒരു മാന്തൽ വന്നിരിക്കുന്നു. സൈസാണ് കേട്ടോ, അത്യാവശ്യം വലിപ്പമുണ്ട്. ഉടക്കിയിട്ടില്ല, അത് കൂട്ടിപ്പിടിച്ച് വലിച്ചുകൊണ്ട് കിട്ടിയതാ. ഉറത്തൽ വീണ്ടും ഉറത്തൽ നമ്മുടെ വല നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഉറത്തിൽ നിന്ന് സാധനം കയറുന്നത്. വലയെല്ലാം കയറി പോട്ട്. കടലിലെ ഒരു കക്ക പോലത്തെ ഒരു സാധനമാണ്. ഇതിന്റെ നോക്കി കാലിന് മാറ്റി ഒന്ന് കാണിച്ചോളാം. ഇതെന്ത് പേര് മടവലൊക്കെ ഇച്ചിരി വെയിറ്റ് ആണ്. ഒരു മാന്തൽ അവിടെ തകർത്തു പോകണല്ലോ. ഇളക്കുന്ന സാധനം ചിലപ്പോ കയറി. വില ഫുൾ ടൈം വെള്ളത്തിലുണ്ടാകും. മാന്തൽ എപ്പോഴാണ് ഒരു ഇളക്കത്തിന് വന്ന് കയറി സെറ്റ് അടിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. വീണ്ടും ഒരു മാന്തൽ കയറി വരുന്നു. വരട്ടെ 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 വരട്ടെ. അതേ ഒരു മാന്തൽ വന്നിരുന്നു. മാന്തലുണ്ടെണ്ണ അതാണ്. നല്ല രാവിലത്തെ നമുക്ക് കിട്ടിയത് ഇങ്ങനെ തന്നെ വലയിടാനാണ്. അയ്യോടാ ഒരു മാന്തല് നമ്മുടെ കൈക്കിട്ട് മാന്തല് പോയി, രക്ഷപ്പെട്ടു. ഞാൻ പറയാ പോയി. ഓ നമുക്കിത് നല്ല വറക്കാൻ പറ്റിയ മീൻ കിട്ടിയിരിക്കുന്നു. ഫോണിലായിരുന്നു പോകാൻ ഭാഗ്യം. എനിക്ക് ഇങ്ങനത്തെ പാച്ച് പോലെ മാന്തല് വലിയ സൈസ് മാന്തലാണ്. ഇത് ഇച്ചിരി സൈസ് മാന്തല. ചാടിപ്പോയതല്ല, വന്നു ആള് വന്ന നമ്മുടെ ആശാൻ വരുന്നുണ്ട്. ആ കരക്ക് നടന്നു വരുന്നുണ്ട്. ക്യാമറ സമയം നോക്ക്, 11 മണി കഴിഞ്ഞാണ്. കേറാ വെള്ളത്തിൽ ചവിട്ടി പിടിക്കാനിറങ്ങി. കതിരാനും മാന്തലും കൂടെയാണ് നമ്മുടെ വലയെ കൊണ്ടിരിക്കുന്നത്. കതിരാൻ ഒരെണ്ണമുണ്ട്, ഒരു മാന്തൽ. കതിരാൻ വീട്ടില് പോയി. ചാടിപ്പോയത് നല്ല സൈസ് മാന്തലാണ്. ഈ ഫോൺ മേടിച്ചോ? പിടി അടുത്തൊരു മാന്തലോട് വന്ന് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മാന്തലിന്റെ ദിവസമാണ്. രാവിലെ നമ്മള് 3500 രൂപ മാന്തൽ നമുക്ക് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ ഒരു 1000 രൂപ മാന്തൽ, ഒരു 500 മാന്തലുണ്ട്. മാന്തലുണ്ട്. അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്.
കച്ചവടക്കാരില്ലാത്തതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. ഇന്ന് മാന്തൽ കടലിൽ നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല കേട്ടോ, ഒത്തിരി വലക്കാരുണ്ട്. ഇപ്പുറത്തെ എല്ലാം ഒത്തിരി വലക്കാരുണ്ട്. എന്താ പറഞ്ഞത്? എന്തുവാ ഇച്ചിരി ഇറങ്ങി വന്നാണോ? എന്തിനാണ് ഈ ഫോൺ മേടിച്ചോ? അങ്ങോട്ട് വീട്ടിൽ കൊണ്ടുപോവാ. അതുകൊണ്ട് കൊടുക്കാം. അതിപ്പോ വല വലിച്ച് തീരുമ്പോ ഫോൺ കൊടുക്കും. നമ്മളീ എന്താണെന്നറിയാം, ഫോണിനകത്താണ് വീഡിയോ പിടിക്കുന്നത്. പക്ഷേ റിസ്ക് ആണ്, കടലായതുകൊണ്ടേ തിരയടിക്കാൻ നേരത്ത് ഫോൺ നനയാൻ സാധ്യതയില്ല. എന്നാൽ നമ്മൾ റിസ്ക് എടുത്തിട്ടാണ് ഫോണുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ കറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഫോണുമായിട്ട് നമ്മൾ ഇതുമേ വന്നാലേ, നമ്മുടെ പൊന്തേ വന്നിരുന്നാലേ കറക്റ്റായിട്ട് വീഡിയോയിൽ നമുക്ക് ഇത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെല്ലാ പ്രാവശ്യവും കരക്ക് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ രണ്ടും കൽപ്പിച്ച് ഫോണും കൂടെ കൊണ്ടിറങ്ങി. വല തീർന്നിരിക്കുകയാണ്. വില തീർന്നു. ഫോൺ മാത്രമേ മാതിരി ഒരു അവസാനം ഒരു മാതിരി പറഞ്ഞിട്ടുണ്ട്. ഒന്നര 2-3 ഉണ്ട്. കഴിഞ്ഞു. അവിടെ നിൽക്കാൻ എന്താ വല അടിച്ച് നിട്ടൊക്കെ ഇവിടെ ഇട്ട് കിട്ടും. അതായിരിക്കും. ഞാൻ ഈ ഫോൺ കൊടുത്തു. ഈ ഫോൺ പിടി ഞാൻ ഇറങ്ങാൻ അവിടെ ആഴം ഉണ്ടെങ്കിൽ അന്ന് അങ്ങോട്ട് പൊങ്ങ അടുപ്പിക്കണം. എനിക്ക് ഞാൻ ഇച്ചിരി അടുപ്പിച്ച് തരാം. ഇത് നമ്മുടെ അടുത്ത് വേറൊരു ചേട്ടനുണ്ട് കേട്ടോ. ഇത് ആ ചേട്ടൻ വല പൊക്കിക്കൊണ്ടിരിക്കുകയില്ലേ, കണ്ട. ഞങ്ങളിപ്പോൾ കരക്കോട്ട് തുഴയുവാണ്. ഫോണിന് കരക്ക് വെച്ചിട്ട് വേണം വല നീട്ടാനായിട്ട്. അയ്യോ, വല ഇറങ്ങിപ്പോണു. വല നീട്ടുമല്ല കേട്ടോ, ഇത് വലിച്ച് ഞങ്ങൾ കയറ്റും. ഫോൺ കൊടുക്കാൻ വേണ്ടി പോവാം.